കാണാനായിട്ട് എന്ത് നല്ല ഭംഗിയാണ്. ഈ ഒറ്റ കറി മതി, മറ്റ് കറികളൊന്നുമില്ലെങ്കിലും ഇത് മാത്രം വെച്ച് നമുക്ക് ചോറുണ്ണാം. നല്ല ടേസ്റ്റ്. സ്നേഹം നിറഞ്ഞ എല്ലാ സംസാരം ടി വിയിലെ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ കൂപ്പുകൈ. ഇന്ന് നമ്മൾ വഴുതനങ്ങ കൊണ്ടൊരു സ്പെഷ്യൽ കറിയാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് ആവശ്യമായ സാധനങ്ങൾ: സവാള ഒരു മീഡിയം സൈസ് 2 എണ്ണം, ഒരു 5-6 വെളുത്തുള്ളി, ഉണക്കമുളക് ഒരു 5-6 എണ്ണം, 2 വഴുതന വട്ടത്തിനരിഞ്ഞത്, ഒരു വലിയ തക്കാളി 4ആയിട്ട് മുറിച്ചത്, പുളി സാദാ പുളി പിഴിഞ്ഞെടുത്തത് കുറച്ച്, അതോടൊപ്പം മല്ലിയില, ഉപ്പ്. ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളുത്തുള്ളി, ഇത്രയും വെളുത്തുള്ളി അതിനകത്തോട്ടിട്ട് നമ്മൾ പൊരിച്ച് എടുക്കുകയാണ്. വെളുത്തുള്ളി നല്ല ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇങ്ങോട്ട് കോരി മാറ്റാനായിട്ട് നോക്കാം. വെളുത്തുള്ളി നല്ല ഗോൾഡൻ കളറിൽ വന്നു, അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മുളക് ആക്ക് എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്ത് കോരാം. ചുട്ടെടുക്കും പോലെ നല്ല കളറോ ചുട്ടെടുക്കുന്ന അതേ സ്റ്റൈലിൽ വന്നിട്ടുണ്ട്. നമുക്കതിനെ കോരി മാറ്റാം. ഇനി അടുത്തതായി സവാള. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ഇത് ബിരിയാണിയിലൊക്കെ നമ്മൾ മേളിൽ വിതറി കൊടുക്കുന്ന ആ പരുവത്തിൽ ആകണം. അടുത്തതായി നമുക്ക് ഈ വഴുതന അതിനകത്തോട്ടിട്ട് അതും ഇതുപോലെ നമുക്ക് പണ്ട് കാലത്ത് ചുട്ടെടുക്കുന്നത് പോലെ ഇത് ചുട്ടെടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതെല്ലാം കൂടി ഇങ്ങനെ പൊരിച്ചെടുക്കാം. തക്കാളി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ കമഴ്ത്തി അടച്ചു വെച്ച് ഒന്നുകൂടി അതിനെ വേവിച്ചെടുക്കാം. തക്കാളിയും വഴുതനയും എല്ലാം കൂടി ഒന്ന് വെന്ത് വരട്ടെ. ചെറിയ തീയിൽ വേണം നമ്മളെപ്പോഴും ചെയ്തെടുക്കാൻ. അല്പം ചൂട് കൂടിപ്പോയാൽ വഴുതനങ്ങ വേഗം വേവുന്ന സാധനമാണ്. അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മേളിൽ നോക്കുമ്പം നമുക്ക് കറക്റ്റായിരിക്കും, അടിയിൽ നിന്ന് കരിഞ്ഞു വരും. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് വഴുതനങ്ങയും തക്കാളിയും തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ ഉടച്ചെടുക്കാം. നല്ല പരുവമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് അതിനോട് ഇട്ടിട്ട് നമുക്കത് എല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പുളി പിഴിഞ്ഞ വെള്ളമാണ് ഇരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊക്കെ എല്ലാം കൂടി ഒന്ന് ഞെരടി പിടിക്കാം. നമ്മൾ നേരത്തെ അതിനകത്ത് പുളി വെള്ളത്തിലും ഇട്ടിട്ടുണ്ട്. ഇതിനകത്തോട്ടും നേരത്തെ ഉപ്പ് ചേർത്താണ് നമ്മൾ ഇതൊക്കെ ഒന്ന് വേവിച്ചെടുത്തത്. അതുകൊണ്ട് ഇനി ശകലം ഉപ്പിട്ടാൽ മതി. പോരാ എങ്കിൽ ശകലം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ച് പണ്ടത്തെ ചുട്ടരയ്ക്കുന്ന വഴുതനങ്ങയുടെ അതേ സ്റ്റൈലിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് ആവശ്യത്തിന് പുളിയുണ്ട്, ഉപ്പുണ്ട്, വെളുത്തുള്ളിയുണ്ട്,
എല്ലാം ഉണ്ട്. വളരെ നല്ല ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാം. ഇനി അതിലല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് ഉഷാറായി. കാണാനായിട്ട് എന്ത് നല്ല ഭംഗിയാണ്. ഈ ഒറ്റ കറി മതി, മറ്റ് കറികളൊന്നും ഇല്ലെങ്കിലും ഇത് മാത്രം വെച്ച് നമുക്ക് ചോറുണ്ണാം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കറിയാണ് ഇത്. നിങ്ങളെല്ലാവരും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും എത്രയും പെട്ടെന്ന് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കും നിങ്ങളുടെ മറുപടിക്കായി. നല്ല ടേസ്റ്റ്, കണക്കിന് എരിവ്, കണക്കിന് ഉപ്പ്, കണക്കിന് പുളി എല്ലാം കൊണ്ടും വളരെ നല്ല ടേസ്റ്റി ഫുഡാണ്. നിങ്ങളെല്ലാവരും ചെയ്യണം കേട്ടോ.